ഹലോ, അസ്സാം വലൈക്കും. സ്ഥിരമായിട്ടൊക്കെ ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു മസാലയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്കിത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉള്ളിയൊക്കെ നമ്മളിവിടെ ഒരു ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഉള്ളിയുടെ അതേ ഒരു വേവ് തന്നെ നമ്മുടെ തക്കാളിയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു ഹാഫ് കുക്കായപ്പോൾ തന്നെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് നല്ല പോലെ സോഫ്റ്റായി വരാനായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റാണ് ഞാൻ ഇതിനിപ്പോൾ അവിടെ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചപ്പൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഈ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു 2 മുട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. 3-4 മുട്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട നല്ലപോലെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തുന്ന രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇനി ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴിമുട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മസാല ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ചപ്പാത്തി മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ സാധാരണ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കുള്ള വെള്ളത്തിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പ്രത്യേകം പറയുന്നില്ല. ചപ്പാത്തി മാവൊക്കെ എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ അറിയുന്നതാവുമല്ലോ. അപ്പോൾ ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ തന്നെ നല്ല സോഫ്റ്റായി കിട്ടുന്ന രീതിയിൽ നമ്മൾ ചപ്പാത്തി മാവ് ഇവിടെ കുഴച്ചെടുക്കാം. ഇനി ഇതിനെ ഓരോന്നും ചെറിയ ബോൾസുകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഇത്രയും ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബോൾസും നമ്മൾ പലകയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പത്തിരിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു പ്രസ്സിൽ വെച്ചിട്ടൊക്കെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലുപ്പത്തിൽ ചെയ്തെടുക്കുന്നവർക്ക് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ രീതിയിലാണ് ഇപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഓരോ ചപ്പാത്തി പരത്തിയെടുത്തതിന് ശേഷം അതിനുള്ളിലായിട്ട് നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 2 പത്തിരിയാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് അടുത്തത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ള അതിന് മുകളിലായിട്ട് അടുത്ത ഒരു ചപ്പാത്തി കൂടെ വെച്ച് കൊടുക്കാം. ഇനി സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പമൊക്കെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെന്നില്ല. നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ സൈഡ് ഭാഗമൊക്കെ നല്ല പോലെ ലോക്കായിട്ട് വരും. അപ്പോൾ അതിന് ഇതിൻ്റെ ഈ ഒരു എക്സ്ട്രാ ഉള്ള മാവ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. വീണ്ടും പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പ്രസ്സിൽ വെച്ച് ചെയ്തെടുക്കുന്നത് കൊണ്ട് പൊടി തട്ടാതെയാണ് നമ്മൾ ചപ്പാത്തി ഇപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഒട്ടലുണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് അത് റെഡി ആയിട്ട് കിട്ടും. ഇനി പലകയിൽ ചപ്പാത്തി പരത്തിയെടുക്കുന്നവരാണെങ്കിൽ ഒരുപാട് പൊടി ഇട്ടിട്ട് അങ്ങനെ പരത്തിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലോക്കായി കിട്ടാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഇത്രയും പലഹാരമാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ പലഹാരം ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഡീപ്പായിട്ട് തന്നെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടെടുത്ത് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇതിലെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ്ങൊക്കെ നല്ല പോലെ കുക്കായി വന്നതാണ്. ഇനി ഇതിൻ്റെ പുറം ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് വെന്ത് വരാനായിട്ടുള്ളൂ. അത് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ടും കിട്ടും.
അപ്പോൾ അതുപോലെ രണ്ട് ഭാഗം നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി ഒട്ടും തന്നെ ഓയിലൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ പാനിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്തും ഇത് ഒരുപാട് എണ്ണ കുടിക്കുന്നൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതേ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇതേ ഒരു രീതിയിൽ ഞാൻ ഇത്രയും പലഹാരമാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാനുള്ള ഭംഗി മാത്രമല്ല, അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതേ രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്കിത് കഴിക്കാനായിട്ട് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.